ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറേ അധികം വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാം മുഴുവനായിട്ട് കണ്ടു വെക്കുക. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. സാധാരണ എണീക്കുന്ന പോലെ തന്നെ ഒരു 4:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സുബഹി നമസ്കാരം റഫീഖ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം നന്നായിട്ട് തന്നെ കിടന്നുറങ്ങി കേട്ടോ. രണ്ടാളും നന്നായിട്ട് തന്നെ കിടന്നുറങ്ങി. ഇപ്പോൾ ഒരു 8 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എണീറ്റ് വന്നിട്ടുള്ളത്. ഈദ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈദിൻ്റെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ഷീണം അങ്ങ് ഉറക്കും, തലേ ദിവസത്തെ ഉറക്കും 2 മണി 3 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കുകയും ചെയ്ത് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈദിൻ്റെ അന്ന് രാത്രി ആയപ്പോഴത്തേക്കും നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്നത്തെ ദിവസം നമ്മളതൊന്നും കാര്യമാക്കില്ലല്ലോ. പിന്നെ അങ്ങനെ കിടന്നുറങ്ങുമ്പോഴൊക്കെ നല്ല തലവേദനയായിരുന്നു. അപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ കംപ്ലീറ്റ് അങ്ങ് മാറട്ടെ എന്ന് വിചാരിച്ച് ഉറക്കും എല്ലാം തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് കിടന്നതാണ് കേട്ടോ. ഇപ്പോൾ താ നല്ല ഉഷാറായിട്ട് തന്നെ എണീറ്റിട്ടുണ്ട്. ഇന്ന് പിന്നെ ഉഷാറാവാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ എണീക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ദിവസമാണേ. ചെറിയ പെരുന്നാളിന് രണ്ടാം പെരുന്നാളൊന്നും ഇല്ല. പക്ഷേ നമ്മൾ സാധാരണയായിട്ട് രണ്ടാമത്തെ ദിവസമാണ് വീട്ടിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇന്നും ചെറിയൊരു പെരുന്നാളും കൂടിയാണ് കേട്ടോ. പിന്നെ ഇന്നലെ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടത്. ഇത് മാത്രമല്ല, ഇതിപ്പോൾ റാക്കിലുള്ളത് വലിയൊരു വട്ടം നിറച്ച് വിറക്കരിയിലുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒന്നും രാത്രി എടുത്ത് വെച്ചിട്ടില്ല. എല്ലാം ഉണങ്ങിയിട്ട് പിറ്റേ ദിവസം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് കിടന്നതാണ് കേട്ടോ. കൗണ്ടർ ടോപ്പ് ഫുള്ള് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്ലാസ്, ജ്യൂസ് ഗ്ലാസ്, അല്ലാതെ ചായ ഗ്ലാസ് അങ്ങനത്തതൊക്കെ റഫീഖ ചൂടുവെള്ളത്തിൽ ഒന്നുകൂടെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആ ഫുഡൊക്കെ ആക്കുമ്പോൾ കഴുകിയെടുക്കുമ്പോൾ അത്ര അങ്ങനെ നീറ്റാവില്ലല്ലോ. അതല്ലെങ്കിൽ എണ്ണേൻ്റെ പാടും കാര്യങ്ങളും ഒരു ക്ലിയർ ആവില്ല ഗ്ലാസ്. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അത് ക്ലിയർ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോയി വെക്കുകയാണ്. റഫീഖ പേപ്പറൊക്കെ റഫീഖ കത്തിക്കുക. മറ്റേ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾ വരും കേട്ടോ എടുക്കാൻ. അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പിന്നെ ഇന്ന് അടുപ്പിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ടടയാണ്, ഓട്ടടയും മീൻ കറിയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ചട്ടിയിൽ അടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പൊതുവേ എന്താ പറയുക, അടുപ്പ് കത്തിക്കാറുണ്ട് കേട്ടോ. പക്ഷേ റഫീഖ കുളിക്കാനുള്ള വെള്ളവും പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളമാണ് നമ്മൾ തിളപ്പിക്കൽ കേട്ടോ. അത്രേ വെക്കലുള്ളൂ. ഇപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ ഭയങ്കര പ്രശ്നം വന്നിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനം കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ അവിടെ നിന്ന് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുടിക്കാനുള്ള വെള്ളം തിളക്കാനായിട്ടുണ്ട് കേട്ടോ. അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കാം. അതിനു മുമ്പ് ഓട്ടടയ്ക്കുള്ള അരിയില്ലേ അതൊന്ന് അരച്ചെടുക്കട്ടെ. പിന്നെ മീൻ കറിയാണ് കേട്ടോ, മീനുണ്ട്. അപ്പോൾ മീൻ മുളകിട്ടത് കൂട്ടിയിട്ട് 1 മാസത്തിൻ്റെ മേലെയായിട്ടോ. അപ്പോൾ മീൻ മുളകിട്ടത് കൂട്ടിയിട്ട് കഴിക്കാനുള്ളൊരു കൊതിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ആവോലി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ അന്ന് വാങ്ങിച്ചതാണ്. ഇത് തലേ ദിവസം നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങുന്ന ആ ഒരു സമയത്ത് കിട്ടിയതാണ്. അപ്പോൾ അത് മുളകിട്ടിട്ട് കറി വെക്കാം, ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓട്ടടയ്ക്ക് ഞാൻ 1 കപ്പ് പച്ചരി ഇട്ടാ, അതിലേക്ക് പച്ചരി കുതിർത്തത്, അതിലേക്കൊരു ഒരു കൈപ്പിടി ഫുള്ളായിട്ട് ചോറും 1 കൈപ്പിടി ഫുള്ളായിട്ട് തേങ്ങയും എടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ചിലപ്പം ചിലർക്ക് അറിയാത്തതുണ്ടാവും. അതാണ് ഞാൻ ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞു ഓടിച്ചു പോകുന്നത് കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആദ്യം മീൻകറിക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കാം. എന്നാൽ പിന്നെ അത് അപ്പുറത്തേക്ക് വെച്ചാൽ അത് അവിടെ നിന്ന് വേവുന്ന സമയത്ത് നമുക്കിപ്പുറത്ത് ഓട്ടോഡേ ഉണ്ടാക്കാമല്ലോ. ഇപ്പോൾ ഗ്യാസിലാണെങ്കിലും അടുപ്പിലാണെങ്കിലും ഒക്കെ നമ്മളൊരു എല്ലാം ഒന്ന് ഒരുക്കി വെച്ചിട്ട് ഇപ്പം ഒരു പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. വെറുതെ അടുപ്പ് കത്തിച്ചിട്ട് അങ്ങനെ ചെയ്യരുത്. എല്ലാം ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കിംഗ് കഴിയുവേ. നമ്മൾ ഗ്യാസിൽ ചെയ്യുന്ന പോലെ തോന്നുന്ന സമയത്ത് തോന്നുന്നത് ഉണ്ടാക്കാൻ നിന്നാൽ ചിലപ്പോൾ ഇത് കെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ മടിയാവും. എൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. കെട്ട് കഴിഞ്ഞാൽ പിന്നെ കത്തിച്ചുണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പിന്നെ ഗ്യാസിലേക്ക് ഓടും. അപ്പോൾ എല്ലാം ഒന്ന് ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് പോലെ തന്നെ പെട്ടെന്ന് ഇതിലും കുക്കിംഗ് കഴിയുവേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഓട്ടട ഒന്ന് ചുട്ടെടുക്കണം. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന മീൻ കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഞാൻ റെസിപ്പി ഒന്നും കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്, പറയുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈദ് വീഡിയോ എന്താ വൈകിയത് എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ സാധാരണ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസമല്ല, അതിൻ്റെ പിറ്റേ ദിവസം എന്തായാലും വീഡിയോ ഇടുന്നതാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ തലവേദന ഉണ്ടായിരുന്നു എന്ന്. തലവേദന മാത്രമല്ല, എനിക്ക് ഇതിൻ്റെ അന്ന് ഒരു 4-5 മണിയായപ്പോഴത്തേക്കും ചെറുതായിട്ടിങ്ങനെ ഊരവേദന വന്നു കേട്ടോ. കാര്യം എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതിനായിട്ടുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മൾ ബിരിയാണി അതായത് റൈസിൻ്റെ ചെമ്പില്ലേ, ആ പോട്ട് നല്ല വെയിറ്റ് ഉള്ളതല്ലേ, നിറച്ചില്ലേ, അത് ഞാൻ 1-2 തവണ വർക്ക് ഏരിയയിലേക്കും മറ്റേ അടുക്കളയ്ക്കും ആയിട്ട് 2-3 തവണ അത് വെക്കുന്ന സമയത്ത് വീഡിയോക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു. അത് ഊരക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അത് പിടിച്ചു പോയതാ. ഒരു 4 മണിയാകുമ്പോഴത്തേക്കും പോലീസുകാരൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ നടുവ് പിടുത്തം വന്നു കേട്ടോ. കുറച്ച് സമയമൊക്കെ കടന്നു, കുറച്ചൊക്കെ അങ്ങ് കുറഞ്ഞു, എന്നാലും പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തലവേദനയ്ക്ക് കാരണം എന്ന് വെച്ചാൽ തലേ ദിവസത്തെ ഉറക്ക്. പിന്നെ ഇതിൻ്റെ അന്ന് എനിക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാനേ കഴിയില്ല. ഒന്ന് നമ്മൾ നോമ്പൊക്കെ എടുത്ത്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, നോമ്പൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാം ഒന്ന് റെഡി ആയിട്ട് വരണ്ടേ. പിന്നെ എനിക്ക് ഈ ഫുഡൊന്നും റെഡിയായി എല്ലാം ഒന്ന് സെറ്റാവാതെ ഒരു ഭക്ഷണവും കഴിക്കൂല കേട്ടോ. അതിൻ്റെ അങ്ങനെ ശ്രദ്ധിക്കാതെ വന്നതാണ് കേട്ടോ. അത് കുഴപ്പമുണ്ടാവില്ല, ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതും ആ ഉറക്കിൻ്റെ രണ്ടും കൂടെ ആയപ്പോൾ തലവേദന വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഗുളികയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ കിടന്നാലങ്ങ് മാറുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. പിന്നെ റെസ്റ്റ് എടുത്തു. പിറ്റേ ദിവസം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കാം, പക്ഷേ എഡിറ്റിങ്ങിനായിട്ടൊന്നും കുറേ സമയം ഇങ്ങനെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അതുമാണ് ഒരു റീസൺ കേട്ടോ. പിന്നെ നമ്മൾ ഈദ് വന്നത് വെള്ളിയാഴ്ചയായിരുന്നു. പിന്നെ ശനിയും ഞായറുമാണ്. സാധാരണ ഞാൻ ശനിയും ഞായറും വീഡിയോ തരാറില്ല അല്ലേ. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്, ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അതിനോടനുബന്ധിച്ച വീഡിയോ അങ്ങനെ എന്തെങ്കിലും തരലുള്ളൂ. അല്ലാതെ ഞാൻ ശനിയും ഞായറും തരാറില്ലല്ലോ. അതുകൊണ്ടുകൂടിയാണ് കേട്ടോ. ആ ഒരു ദിവസം നമുക്ക് ഗ്യാപ്പ് വന്നിട്ടുള്ളൂ. പിന്നെ തിങ്കളാഴ്ച ഞാൻ നിങ്ങൾക്ക് ഈദ് രാവിൻ്റെ വീഡിയോ തന്നു. അത് കഴിഞ്ഞിട്ട് ഈദ് വീഡിയോ തന്നു. പിന്നെ ഇതാ വീട്ടിൽ പോകുന്ന വീഡിയോ തന്നു കേട്ടോ. അതാണ് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ഹെൽത്തും കൂടെ നോക്കാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അത് വിചാരിച്ചു. പിന്നെ നല്ല പണി കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. അതാണ് റീസൺ. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ ഓട്ടട അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻകറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പഞ്ചര ബുക്കിലൊക്കെ കട കുറഞ്ഞിട്ടുണ്ട്. അത് എടുക്കണം. പിന്നെ കട്ട് വെച്ച മട്ടൻ എടുക്കണം. പിന്നെ കട്ട് വെച്ച തേങ്ങ എല്ലാം കട്ടിച്ച് എന്നിട്ട് ചോദിക്കുക. ചാക്കിയുടെ മൂളൊന്നും വെച്ചിട്ടാണ് ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നില്ല. ഇന്ന് പോകും. പിന്നെ ഇന്ന് പോരേക്കാൻ പോവാ. അപ്പോൾ കല്യാണിച്ച് വന്നതാണ് കേട്ടോ. കല്യാണിച്ച് എന്തിനാ വന്നതെന്നൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടല്ലോ. അതൊക്കെയാണ്. അപ്പോൾ കല്യാണിച്ച് വെറുതെ വന്ന് നോക്കിയതാണ്, നമ്മൾ പോയോ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയാം ഉച്ചയ്ക്കാ പോകുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നെ കല്യാണിച്ച് ആദ്യം പോയ വീട്ടിൽ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. അവിടെ കുറേ കൊട്ടത്തളത്തിൽ പാത്രം നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അത് മുഴുവൻ കഴുകി കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ സ്ഥിതി അത് തന്നെയാണ്. എൻ്റെതും നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി തന്നിട്ടാട്ടോ പോയത്. പാവം, ഞാൻ വിളിച്ചാലും വിളിച്ചിട്ടില്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കയറി വരും കേട്ടോ. കയറി വന്നാൽ അടുക്കളയിൽ പാത്രം കാണുകയാണെങ്കിൽ അത് കഴുകി വെക്കും കേട്ടോ. നിനക്ക് മടിയല്ലേ എന്ന് പറയും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പാത്രം കഴുകാൻ നല്ല മടിയാണ്. ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കല്യാണിച്ചിക്കറിയാം. അതുകൊണ്ട് തന്നെ പാത്രം കണ്ട വേഗം കഴുകി കൊട്ടത്തളം ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ ആൾ പോവുക. ഇതിപ്പോൾ അതാ റഫീക്ക കുളിച്ച് കയറിയപ്പോൾ വൈകിയത് കൊണ്ട് തന്നെ കല്യാണിച്ചി അപ്പുറത്തെ അവിടുന്ന് മറ്റേ പോയ വീട്ടിൽ നിന്ന് പറഞ്ഞില്ല, അവിടുന്ന് നെയ്പ്പത്തിരി എന്തോ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെത് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ടിഫിനിലാക്കി കൊടുക്കാട്ടോ ചെയ്തത്. അങ്ങനെ കല്യാണിച്ച് പോയി. ഇനിയിപ്പോൾ നമ്മളും ചായ കുടിക്കട്ടെ. നമ്മൾ മീൻകറിയും ഓട്ടടയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ കേട്ടോ. ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ ഓട്ടടക്ക്. കാരണം നമ്മൾ എപ്പോഴും ഒന്നും അടുപ്പ് കത്തിച്ചിട്ട് ഓട്ടടയൊന്നും ഉണ്ടാക്കൂലല്ലോ. റഫീക്ക നോമ്പിന് ഇടയ്ക്കൊരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് എന്താ പറയുക, വീഡിയോ എടുക്കലും ഒക്കെ കൂടിയായിട്ട് എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഒരു പെൻഡിങ്ങിലും കൂടെ ആയിരുന്നു കേട്ടോ അത്. റെസിപ്പിയല്ല, റഫീഖക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്
നമുക്ക് ഗ്യാസിലും ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷേ ആ ഒരു എല്ലാം തികഞ്ഞ് കിട്ടുക നമുക്ക് അടുപ്പിൽ തന്നെയാണ് കേട്ടോ. ഇത് ഇന്നലെ റമൽത്താൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബട്ടർ ഫ്രൂട്ടാണ് കേട്ടോ. അവിടെ ബട്ടർ ഫ്രൂട്ട് ആദ്യമായിട്ട് ഉണ്ടായതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 5-6 തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇനി കവറിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നാളെ വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ കറുത്ത് പഴുത്ത് അങ്ങനെ രീതിയിലാവും കേട്ടോ. പഴുത്തിട്ടില്ല, എന്നാലും നല്ല മൂത്തതാണ് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം, നല്ല രസമുണ്ട് കാണാൻ, നല്ല ഗ്രീൻ ഇല്ലേ. അപ്പോൾ അതൊക്കെ ഇതാ ഇതിലേക്ക് വെക്കട്ടെ. ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ പിന്നെ ഇത് കഴിക്കൂല കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് പിന്നെ കെട്ട് നാശമായി കളയുകയാണ് ചെയ്യുക. ഇങ്ങനെ ഫ്രഷായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഓറഞ്ച് ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും എടുത്ത് കഴിക്കാനും തോന്നും കേട്ടോ. എനിക്ക് ഫ്രിഡ്ജിൽ അങ്ങനെ ഫ്രൂട്ട്സ് വെച്ചിട്ട് അത് പിന്നെ കഴിക്കുന്നത് തണുപ്പാണെങ്കിലും അല്ലെങ്കിലും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഈ മാങ്ങയില്ലേ, ഇത് അവർക്ക് അയൽവാസി ആരോ കൊടുത്തതാണ് കേട്ടോ. ഇവിടുന്ന് മൈസൂർ അവിടെ നിന്നോ കൊണ്ടുവന്നിട്ട് കൊടുത്തതാണ്. ഞെങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് പഴുക്കുമായിരിക്കും കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ ക്ഷമയില്ലാതെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ടോ. ഞെങ്ങുന്നത് അപാര പുളിയായിരുന്നു കേട്ടോ, അസാധ്യ പുളി, ഒന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്കും പുളി കേട്ടോ. ഞാൻ പിന്നെ കറിയിലേക്ക് ഇടാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഈദ് ഡ്രസ്സ് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ലല്ലോ ഇതിൻ്റെ വ്ളോഗിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന വീഡിയോ ആയപ്പോൾ 1-2 വീഡിയോ ഇത് സ്കിപ്പായിട്ട് പോയതാണ് കേട്ടോ. എൻ്റെ ശ്രദ്ധയിൽപ്പെടാണ്ട് പോയതാ. ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ തയ്പ്പിച്ചതാണേ. നമ്മളെ മാളത്താത്താൻ്റെ അടുത്ത് കൊടുത്തിട്ട് മാളത്താത്ത തയ്ച്ചു തന്നതാണ്. ഞാൻ അത് സിന്ദൂർ എന്നാട്ടോ അതിൻ്റെ തുണി എടുത്തിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽ എടുത്തത് 5 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നേ. ടോപ്പിനും പാൻറ്റിനും കൂടെ കൂടിയിട്ട്. പാൻറ്റ് ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് കുറച്ചധികം നല്ല ഫ്രീ ആയിട്ടുള്ള പാൻറ്റാണ്. ടോപ്പ് ഷോർട്ടായിട്ടുമാണ് കേട്ടോ. പിന്നെ ഷോളിൽ ഇങ്ങനെ ആ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇന്നല്ല ഇതിൻ്റെ അന്ന് ഇട്ട ആക്സസറീസും കാര്യങ്ങളൊക്കെ. ഈ ഒരു വളയും ഇയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞല്ലോ, സോറി, അതിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടോ. ഈ 2 വീഡിയോൻ്റെ ഭാഗം അതിൽ മിസ്സായി പോയതാണേ. പിന്നെ അത് ഓൾറെഡി നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ മിസ്സായിട്ട് പോയതാട്ടോ. പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ അന്ന് വീട്ടിലിട്ട ആ ഒരു കഫ്താൻ ടോപ്പാണ് കേട്ടോ. ഫുൾ ലെങ്ത് വരുന്നില്ല, നിങ്ങൾ കണ്ടതാണല്ലോ, ഒരു പാൻറ്റ് കാണുന്ന രീതിയിൽ കേട്ടോ. ഈ ഒരു ടോപ്പ് നല്ല സുഖമാണ് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിലൊക്കെ ഇടാൻ പറ്റിയ നല്ല ഫ്രീ ആയിട്ടുള്ളൊരു സംഭവം. ഇനി ഇതാണ് നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഇടുന്നത്. ഇതാണ് കേട്ടോ. ഇതൊരു കഫ്താൻ ടൈപ്പ് ഒരു ഫുൾ ലെങ്ത്ത് വരുന്നത് തന്നെയാണ്. നല്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇങ്ങനെ ബട്ടണൊക്കെ വന്നിട്ട് ബാക്കിലും അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള അതേ ഡിസൈൻ തന്നെയാണ് ബാക്കിലും വരുന്നത്. നമുക്ക് ഫുൾ സ്ലീവായിട്ട് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വേറെ ഇങ്ങനെ സ്ലീവും കാര്യങ്ങളൊന്നും ഇടേണ്ട കാര്യമില്ല. ഇന്നലെ അതായത് ഇതിൻ്റെ അന്ന് വീട്ടിലിട്ടതിൽ ഞാൻ സ്ലീവ് എക്സ്റ്റൻഷൻ ഇല്ല, അത് ഇടുകയാണ് ചെയ്തത്. ഇന്നർ ഇട്ടില്ല, കാരണം ഇന്നർ ഇട്ടിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയൊക്കെ കൂടി ചെയ്യുമ്പോൾ നല്ല ചൂടും മൊത്തത്തിൽ ബുദ്ധിമുട്ടാവില്ലേ എന്ന് വിചാരിച്ച് ഞാൻ സ്ലീവ് മാത്രം ഇടുക കേട്ടോ ചെയ്തത്. ഇതിൻ്റെ അന്ന് ഇതിന് വേണ്ടി അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഫുൾ തന്നെ കിട്ടുന്നുണ്ട്, ഫുൾ സ്ലീവ് തന്നെ കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾ 2 ആളും പച്ചയാണ് കേട്ടോ. പച്ച എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് പിസ്ത, ഒരു എന്താ പറയുക, പേസ്റ്റൽ ഗ്രീൻ എന്നൊക്കെ പറയാം കേട്ടോ. ആ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ ഇതിൻ്റെ എല്ലാ ഡ്രസ്സും എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇതിനൊന്നും അധികം റേറ്റ് വന്നിട്ടില്ല. ഇതിന് 900 സംതിങ്, ഇത് സിന്ദൂറിൽ നിന്ന് എടുത്തതാണേ. 900 ആ ഒരു റേറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു ക്ലോത്തിന് 1000, 1500 അങ്ങനെ എന്തോ വന്നിട്ടുണ്ട്. അതിന് അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ ടോപ്പിനും ഒരു 1100 സംതിങ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഞാനിത് വീട്ടിലിടാനല്ല കേട്ടോ, അതിങ്ങനെ പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അന്ന് ഇട്ടുന്നേ ഉള്ളൂ. നമ്മൾ 12:30 പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നടന്നിട്ടില്ല കേട്ടോ. റഫീഖ പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ 1-2 പേരൊക്കെ വന്നു.
അങ്ങനെ അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ നിന്നു. പിന്നെ കുരങ്ങന്മാരെ പട വന്നു കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, വഴിയേ പറഞ്ഞുതരാം. ഇല്ല അത് കഴിഞ്ഞു. ഇതിന്റെ ഫേസ് ഷർട്ട് അതൊരു രസമുണ്ടോ ഷർട്ട്? അതില്ലേ ആ മുണ്ട് റഫീഖക്ക് വാങ്ങിയ മുണ്ടായിരുന്നു. എന്നിട്ട് റഫീഖ കാക്കാൻ്റെ അടുത്ത് ഇഷ്ടപ്പെട്ടോ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കുരങ്ങന്മാർ വന്നു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പെയിൻറ്റ് നമ്മളെ അന്തൂറിയത്തിൻ്റെ ആ ഭാഗത്തൊരു അയണിൻ്റെ ഒരു ഷെൽഫുണ്ട്, അവിടെ നമ്മൾ പെയിൻറ്റ് ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ബക്കറ്റോട് അര ബക്കറ്റ് ഉണ്ടായിരുന്നു. അര ബക്കറ്റ് ഫുള്ളായിട്ട് തട്ടി മറിച്ചിട്ട് സൗണ്ട് കേട്ട് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഇൻ്റർലോക്കിൽ ഫുള്ള് പെയിൻറ്റ് മറിഞ്ഞ് കിടക്കുന്നത്. ഒരു മെറൂൺ പെയിൻറ്റും ചട്ടിക്കൊക്കെ അടിക്കുന്നത്, അതും വൈറ്റും. അതൊക്കെ എന്നിട്ട് ഫുള്ള് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അതെല്ലാം ക്ലീനാക്കി, റഫീഖേട്ട ക്ലീൻ ചെയ്തത് ക്ലീനാക്കി, പിന്നെ രണ്ടാമത് കുളിച്ച് എന്നിട്ടൊക്കെയാണ് കേട്ടോ ഇറക്കി വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഏകദേശം 3:30-4 മണിയോടെ ആയിട്ടാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. സാധാരണ നമ്മൾ പണ്ട് മുതലേ വൈകിയ വണ്ടിയാണ്, അത് ഇപ്രാവശ്യം നമ്മൾ തെറ്റിച്ചിട്ടില്ല കേട്ടോ, വൈകിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉപ്പാക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ച്, ഇവരെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ച് എണീക്കുമ്പോഴാണ് നമ്മളവിടെ എത്തിയത്. അതിനുശേഷം ഉപ്പാക്കും ഉമ്മാക്കുള്ള ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ആങ്ങളെയും നാത്തൂനും കുട്ടികളൊക്കെ ഉണ്ട്, അവരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണേ. ഈ പർദ്ദ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ, ഇത് പുമോക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ചെറുത് പുറത്തോട്ട് തുറക്കുള്ളൂ. കോൺക്രീറ്റ് വന്നു കഴിഞ്ഞാൽ ആ പുറത്തോട്ട് തുറക്കുമ്പോൾ അത്രയും കനവില്ലേ. ഫസ്റ്റ് അടിക്കുമ്പോൾ മാത്രം ഇങ്ങനെ അടിക്കുള്ളൂ, അല്ല ഇങ്ങനെയാണ് അടിക്കുക. പിന്നെ എനിക്കെങ്ങനെ അടിക്കാതെ മുഹമ്മദേ ഇങ്ങോട്ട് നോക്ക്. മുഹമ്മദേ ഒന്ന് ചിരിക്കി നോക്ക്. നോക്കടാ, നോക്കുന്നില്ല മുഹമ്മദേ, ഇങ്ങോട്ട് നോക്ക്, ഒന്ന് ചിരിക്കി. മുഹമ്മദേ ദീദി വിളിക്ക്. അത് മുകളിൽ ചാടിയാക്കണ്ട, താഴേക്ക് വരും. അപ്പൊ അടിച്ചേ
ഇതിപ്പോ വീണിട്ടില്ല പണി കേട്ടോ. അതാ രമേശാണോ അതോ രമേശാ? കേറി കേറിക്കോ കേറ്. ഒരു പേടിയാ. അപ്പൊ ഓനെന്താ പറയണത്? അതന്നെയാണ് ഞാൻ എന്നോട് ചോദിച്ചത്. ഈ ഫോണിൽ ഇതിന്റെ വീട് എത്തിയെന്ന് ചോദിച്ചു. ആ വീടിന്റെ ബന്ധെന്താ? ഇങ്ങനെ അടിക്കരുത്. ഇങ്ങനെ സംസാരിക്കണ്ട. മുഹമ്മദ് എന്താ ബിസ്ക്കറ്റാ? പോയോ? ഇതിപ്പോൾ നമ്മൾ നെയ്യപ്പത്തിന് അരക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാ, പക്ഷേ ഇടത്തേക്ക് നോമ്പുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരം സമൂസയൊക്കെ ഉണ്ടാക്കിയിട്ട് ചായ കുടിച്ചപ്പോൾ പിന്നെ ആർക്കും ഒന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രിയിൽ തന്നെ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു അരമണിക്കൂറൊക്കെ അരച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് അരക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം അരച്ച് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊരു 1/2 കിലോ അരി കേട്ടോ. 2 കപ്പ് അരി ഉണ്ടാവും. അരി നമ്മൾ വെള്ളത്തിലൊരു 5 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കുക കേട്ടോ. അത് മസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് വെക്കുകയൊന്നും വേണ്ട. കയ്യിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ ഊറ്റിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. അതിൽ നിന്ന് ചെറിയ വെള്ളം ഉണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് ഉരുക്കിയ ഉടനെ തന്നെ തിളച്ച ശർക്കര പാനിയില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ളത് കേട്ടോ. ഒരു 3-4 ഏലക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഒരു തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. നെയ്യപ്പത്തിന് അരച്ചെടുക്കുന്നത് അറിയില്ലേ, ഇങ്ങനെ ഫൈനായിട്ട് പോകരുത്, ചെറിയൊരു തരിതരിപ്പോട് കൂടി തന്നെ അരച്ചെടുക്കണം കേട്ടോ. അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ലൂസാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദക്കും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ആ രീതിയിൽ ആവാൻ വേണ്ടിയിട്ടുള്ള മൈദ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് കൈവച്ചിട്ടോ അല്ലെങ്കിൽ തവി വെച്ചിട്ടോ നന്നായിട്ട് ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഭയങ്കര ഈസിയാണ്. ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കുറേ ടൈപ്പ് കാണിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ഞാൻ കാണിച്ചതിലേക്ക് കുറച്ച് ചോറ് കുറച്ച് തേങ്ങ ഒക്കെ കൂട്ടിയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊന്നും ആവശ്യമില്ല കേട്ടോ, ഈ കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ ഞാനിതാ ആ ഒരു ലൂസൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ കുറച്ച് നെയ്യിലോ ഓയിലോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജീരകമോ എള്ളോ ഒക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊക്കെ രാവിലെ ചേർത്താലും മതി, നമ്മളിപ്പോൾ പണി തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചേർക്കുന്നേ ഉള്ളൂ കേട്ടോ. ഫ്ലോപ്പായി പോകാത്ത നല്ല അടിപൊളി നെയ്യപ്പാണ് കേട്ടോ. ഇത് നിങ്ങൾ കലക്കുക, എന്നിട്ടൊരു അരമണിക്കൂർ അവിടെ വെച്ചോ, എന്നിട്ട് ചുട്ടെടുത്തോ കേട്ടോ. കുറേ സമയം വെക്കുകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു നമ്മൾ ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് കലക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കലക്കി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത് അടച്ചു വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയേ. ഇതിപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നെയ്യപ്പം ചുടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി. ഇതിനേക്കാളും ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ വെള്ളത്തിൻ്റെ ആ ഒരു പാനിയൊക്കെ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് എണ്ണ കത്തി ചൂടാക്കരുത്. ഒരു ഏകദേശം ചൂടായി വരുമ്പോൾ
ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചൂടൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ചുട്ടെടുക്കുക. അവിടെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒരു ഗോൾഡൻ ഒരു നെയ്യപ്പത്തിൻ്റെ കളർ ഉണ്ടല്ലോ ആ കളർ ആക്കിയിട്ട് എടുക്കുക. ഒന്നിങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അപ്പത്തിൻ്റെ ഉള്ളു വേവാൻ ഇത് നല്ലതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുന്നത് എക്സ്പേർട്ടായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എന്താ പറയുക പുതുതായിട്ട് പാചകത്തിലേക്ക് വന്നവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടെടുക്കുക. നല്ല കിഡിലൻ ടേസ്റ്റുള്ള പെർഫെക്റ്റ് നെയ്യപ്പമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിലൊക്കെ നല്ല എന്താ പറയുക നല്ല ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ലെയറൊക്കെ ആയിട്ടുള്ള നെയ്യപ്പാണേ. അടിപൊളിയാട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു രീതിയിൽ ടൈറ്റ് വേണം കേട്ടോ. ഒരുപാട് ലൂസായിട്ട് പോവരുത്. ഇതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രശ്നമൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൈദ ചേർത്തിട്ട് കലക്കിയിട്ട് ടൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ലൂസായിട്ട് പോവരുത്. ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലൂസാക്കാം, പക്ഷേ ആദ്യം തന്നെ ലൂസായിട്ട് പോവരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഞാനിതാ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി ഇല്ലേ പറയാൻ വിട്ടുപോയതാണ്. ഈ റെസിപ്പി ഏട്ടത്തീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഓളോട് ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഓള് പറഞ്ഞു തരുന്നു, ഞാൻ ചെയ്യുന്നു, അങ്ങനെയാണേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ നെയ്യപ്പത്തിൻ്റെ ഉള്ളൊക്കെ നല്ല ആരെടുത്ത് നല്ല കിടലനായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് നെയ്യപ്പമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണേ. അപ്പോൾ റഫീക്കയും കുഞ്ഞുമോനും ഒക്കെ പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു തിരിച്ച് വന്നിട്ട് ഓരോ കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാപ്പിയും നെയ്യപ്പൊക്കെ എടുക്കട്ടെ. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ കൂടെ നമ്മളിവിടെ ബീഫ് വരട്ടില്ലേ അതും കൂടെ കൂട്ടിയിട്ട് ആണ് കേട്ടോ കഴിക്കുക. പക്ഷെ നമ്മളെ ബീഫ് ഇന്നലെ തങ്ങിയില്ല കേട്ടോ. ഇന്നലെ രാത്രി തീർന്നു പോയി. അപ്പോൾ പിന്നെ ബീഫില്ല, നെയ്യപ്പവും കാപ്പിയും കുടിക്കുകയാണ്. എല്ലാവർക്കും ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കൂലേ, ആ ഇരുത്താണ് കേട്ടോ ഇതൊക്കെ. സത്യം പറഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ എല്ലാവരും വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പാൻ്റെ പച്ചക്കറിയിലേക്ക് ഒന്ന് വന്നതാണ് കേട്ടോ. ക്യാബേജ് ഉണ്ടെന്നുണ്ട് ക്യാബേജ് പറിക്കാനും ഒക്കെ എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങി വന്നതാണേ. ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ പോകും. ആയതന്നെ ആയതന്നല്ലേ കടയിൽ കൊടുക്കണ്ടോ? കടയിൽ കുഞ്ഞുമോളെ ഒരു പാത്രം പാത്രം തക്കാളി വരയ്ക്കാനാ ഇവിടെ മണ്ണ് അല്ലട് ഫ്രൂട്ട്സ് അല്ല സാലഡ് തക്കാളി അടിയിലതാ അടിയിലുണ്ടെണ്ണം. രസമുണ്ടോ? കാണുന്നുണ്ടോ? ഇപ്പൊ പറിക്കാനായിപ്പാ. ഇല്ല മൂത്തിട്ടില്ല. ഇപ്പൊ എന്താ മധുരം ഉണ്ടാവില്ല? മധുരമൊക്കെ ഉണ്ടാവും. ഇനി വണ്ണം വെക്കാനുണ്ട്. പൊടി ഉണ്ടാവും. ഹായ് അവിടെ വന്നിട്ടോളൂ. ഞങ്ങൾ ഇതിന്റെ കൂടെ അങ്ങോട്ട് എടുത്തിട്ട് തരാം. ഹായ് പറയ്. മുഹമ്മദ് ഹായ് പറയും. ദീദി വിളിക്ക്.
അത് ചാടുന്നടാ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് പിടിക്കും ഇതിപ്പോൾ ചിലർക്ക് അറിയില്ല. നൈറ്റ് അങ്ങനെ എടുത്താലേ കിട്ടുള്ളൂ. ഇതില് കാണിക്ക്. തന്നെ എടുക്കായിരുന്നു എടുക്ക് തന്നെ തിന്നണ്ടേ. നല്ല രസാ ഇഷ്ടപ്പെട്ടോ? ചുക്കുട്ടി ചുക്കു അതാ അതിനെ കരയിപ്പിച്ചോനി. വീണോ? ഓ എന്തോ ചെയ്തു. കാബേജ് പറിക്കാൻ പോവാ. കാബേജ് പറിക്കാൻ പോവാ. വാ പോവാലോ. വാ മുളക് പറിക്കാൻ പോവാ.